എല്ലാവർക്കും നമസ്കാരം. കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് വീണ്ടും ഒരു കഥ പറയാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഭഗവാന്റെ നാമമഹിമയെക്കുറിച്ചുള്ള ഒരു കഥയാണിത്. ഇതിനു മുമ്പ് നിങ്ങളിൽ പലരും ഈ കഥ കേട്ടിട്ടുണ്ടാവും, അതല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടാവും. കേൾക്കുന്നവരിലും പറയുന്നവരിലും ഒരുപോലെ ഭക്തി ഉണ്ടാക്കുന്നവയാണ് കൃഷ്ണകഥകൾ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ, ഞാൻ കഥ പറയാൻ തുടങ്ങുകയാണ്. ജീവനപുരി എന്നൊരു നാട്ടിൽ ബാസുരാങ്കൻ എന്നു പേരായ ഒരാൾ താമസിച്ചിരുന്നു. ബാസുരാങ്കൻ എന്ന പേരിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? സുന്ദരമായ ശരീരമുള്ളവൻ എന്നാണ് കേട്ടോ ആ പേരിൻ്റെ അർത്ഥം. നമ്മുടെ ഈ ബാസുരാങ്കൻ ആളൊരു കള്ളനായിരുന്നു. ഒരു ദിവസം പതിവ് പോലെ മോഷ്ടിക്കാനുള്ള ലാക്ക് നോക്കി നടക്കുന്നതിനിടയിൽ തൊട്ടടുത്തുള്ള ഒരു അമ്പലമുറ്റത്ത് കുറേ ആളുകൾ കൂടിയിരിക്കുന്നത് നമ്മുടെ ബാസുരാങ്കൻ കണ്ടു. കാര്യമറിയാൻ വേണ്ടി അയാൾ അവരുടെ ഇടയിലേക്ക് ചെന്നു. അവിടെ ഒരു മഹാത്മാവിരുന്ന് കൃഷ്ണകഥ പറയുകയായിരുന്നു. മിന്നും പൊന്നിൻ കിരീടം തരിവള കടകം കാഞ്ചിപ്പൂഞ്ചേലമാല ധന്യശ്രീവത്സ സത്കൗസ്തുഭമിടകലരും ചാരുതോരന്തരാളം എന്ന ശ്ലോകം ചൊല്ലി വർണ്ണിക്കുകയായിരുന്നു അദ്ദേഹം. ബാസുരാങ്കന് ഒന്നും പിടികിട്ടിയില്ല. അതിൽ മുത്തും രത്നവും പതിച്ച ആ പൊന്നിൻ കിരീടത്തെക്കുറിച്ച് കേട്ടപ്പോൾ ബാസുരാങ്കന് വലിയ കൊതി തോന്നി. ആകെ അയാൾ കേട്ടത് അത്രയേ ഉള്ളൂ. അത് കിട്ടിയാൽ നന്നായി, അതോടെ മോഷണം നിർത്തി മാന്യമായി ജീവിക്കാമായിരുന്നു. അയാൾ മനസ്സിലോർത്തു, ആരാണ് ഈ കൃഷ്ണൻ? എവിടെ ചെന്നാലാണ് കൃഷ്ണനെ കാണാനാവുക? സത്സംഗം കഴിഞ്ഞു എല്ലാവരും പിരിഞ്ഞു പോയപ്പോൾ ബാസുരാങ്കൻ കഥ പറഞ്ഞ ആളുടെ അടുത്തേക്ക് ചെന്നു. അല്ല, അങ്ങിപ്പോൾ പറഞ്ഞത് ആരുടെ കിരീടത്തെക്കുറിച്ചാണ്? കേട്ട മാത്രയിൽ ആ മഹാത്മാവ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, കിരീടത്തിൻ്റെ കാര്യം മാത്രമേ മനസ്സിൽ പതിഞ്ഞുള്ളൂ അല്ലേ? കൃഷ്ണൻ്റെ കിരീടമാണത്. ബാസുരാങ്കൻ ഉടൻ ചോദിച്ചു, ഈ പറഞ്ഞ കൃഷ്ണൻ എവിടെയാണ് താമസം? എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാമായിരുന്നു. ഇതു കേട്ടതും അദ്ദേഹം ബാസുരാങ്കനെ നന്നായി ഒന്ന് നോക്കി. കൃഷ്ണനെ കാണാനോ? യോഗികൾക്ക് പോലും കാണാൻ പ്രയാസമുള്ള ഭഗവാനെ കാണണം ത്രേ, അദ്ദേഹം മനസ്സിലോർത്തു. എന്നിട്ട് വീണ്ടും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദ്വാരക എന്ന സ്ഥലത്താണ് കൃഷ്ണൻ്റെ താമസം. ദ്വാരകയോ? അതെവിടെയാണ്? അതുകൂടി പറഞ്ഞു തരൂ. ഇതൊക്കെ കേട്ടപ്പോൾ ആ ഭക്തന് അല്പം പരിഹാസം തോന്നി. എന്നാലും പറഞ്ഞു, ഇവിടെ നിന്ന് കുറേ വടക്കോട്ട് സഞ്ചരിച്ചാൽ ദ്വാരകയിലെത്തും. 1 മാസം നടന്നാലേ അവിടെ എത്താനാകൂ. അത് പറഞ്ഞ് അദ്ദേഹം പോയി. ബാസുരാങ്കൻ ചിന്തിച്ചു, 1 മാസത്തെ കഷ്ടപ്പാടല്ലേ ഉള്ളൂ. എങ്ങനെയെങ്കിലും ദ്വാരകയിൽ ചെന്നെത്തി ആ കിരീടം മോഷ്ടിക്കണം. അതു കിട്ടിയാൽ എല്ലാ കഷ്ടപ്പാടും തീരുമല്ലോ. അയാൾ പോകാൻ തന്നെ നിശ്ചയിച്ചു. അങ്ങനെ യാത്ര തിരിച്ചു. മറക്കാതിരിക്കാൻ വേണ്ടി കൃഷ്ണൻ, ദ്വാരക എന്നിങ്ങനെ ഉരുവിട്ടുകൊണ്ട് അയാൾ യാത്ര തുടർന്നു. ഊണിലും ഉറക്കത്തിലും കൃഷ്ണൻ, ദ്വാരക, കിരീടം, ഇതുമാത്രമായിരുന്നു അയാളുടെ ചിന്ത. അസ്മാത് കേനാപ്യുപായേന മനഃകൃഷ്ണേ നിവേശയേത് എന്നാണല്ലോ കണ്ണൻ്റെ മതം. ഏതു വിധത്തിലായാലും എന്നെ ആഗ്രഹിച്ചാൽ ഞാൻ അയാളുടെയാണ് എന്നാണ് കണ്ണൻ പറയുന്നത്. കണ്ണൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അയാൾ അന്വേഷിച്ച് നടന്നു വലഞ്ഞ് ദ്വാരകയിലെത്തിയപ്പോൾ അതാ ഒരു സുന്ദരനായ യുവാവ് കിരീടവും കയ്യിൽ പിടിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് കാത്തു നിൽക്കുന്നു. ഹോ, എന്തൊരു സൗന്ദര്യം! ആരെയും വശീകരിക്കുന്ന പുഞ്ചിരി! ഇതാണോ കൃഷ്ണൻ? എൻ്റെ ഉള്ളിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു അനുഭൂതി നിറയുന്നുവല്ലോ. അയാൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഭഗവാൻ, ചങ്ങാതി, താങ്കൾ വളരെയധികം ക്ഷീണിതനാണല്ലോ, വരൂ എന്ന് പറഞ്ഞ് മന്ദിരത്തിൻ്റെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഉണ്ടായിരുന്ന അല്പം തീർത്ഥജലം കുടിക്കാൻ കൊടുത്തു. ഒരല്പം ജലമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും എന്തൊരത്ഭുതം! വിശപ്പും ദാഹവും യാത്രാക്ഷീണവും എല്ലാം മാറി. അയാൾ ആകെ അത്ഭുതപ്പെട്ടു. എല്ലാം അറിയുന്ന ഭഗവാൻ പറഞ്ഞു, അങ്ങയുടെ ക്ഷീണമെല്ലാം മാറിയില്ലേ? എൻ്റെ പേര് കൃഷ്ണൻ എന്നാണ്. ഞാൻ തീർത്ഥയാത്രയ്ക്ക് പുറപ്പെടാൻ നിൽക്കുകയായിരുന്നു.
പക്ഷേ എൻ്റെ വളരെ വിലപിടിപ്പുള്ള ഈ കിരീടം ആരെയാണ് സൂക്ഷിക്കാൻ ഏൽപ്പിക്കേണ്ടത് എന്നോർത്ത് വിഷമിച്ച് നിൽക്കുമ്പോഴാണ് അങ്ങ് വന്നത്. താങ്കളോട് എനിക്ക് വളരെ സ്നേഹവും വിശ്വാസവും തോന്നുന്നു. താങ്കൾ ഈ കിരീടം കാത്തു സൂക്ഷിക്കുമോ? ഞാൻ കിരീടം അന്വേഷിച്ച് വന്നതാണെന്ന് കൃഷ്ണൻ എങ്ങനെ അറിഞ്ഞു? അത്ഭുതത്തോടെ അയാൾ എന്തോ പറയാനൊരുങ്ങിയപ്പോഴേക്കും കൃഷ്ണൻ കിരീടം ബാസുരാങ്കൻ്റെ കയ്യിൽ കൊടുത്തു. മോഷ്ടിക്കണമെന്ന് വിചാരിച്ച കിരീടം യാതൊരു പ്രയാസവും കൂടാതെ കയ്യിൽ കിട്ടിയപ്പോൾ ബാസുരാങ്കന് അതിൽ ഭ്രമം തോന്നിയില്ല. അതിനേക്കാൾ പ്രിയം അയാൾക്ക് കൃഷ്ണനോടായി. ആ കിരീടത്തിലേക്ക് നോക്കിയപ്പോൾ വിലപിടിപ്പുള്ള രത്നങ്ങൾക്ക് പകരം കൃഷ്ണൻ്റെ പുഞ്ചിരി തൂകുന്ന മുഖമാണ് കണ്ടത്. അയാൾ പറഞ്ഞു, കൃഷ്ണ, എനിക്ക് അങ്ങയെ പിരിയാനാവില്ല. ഈ കിരീടം അങ്ങ് മറ്റു വല്ലവരെയും ഏൽപ്പിക്കൂ. ഞാനും അങ്ങയുടെ കൂടെ വരുന്നു. കൃഷ്ണനാമം ഇടവിടാതെ ജപിച്ചുകൊണ്ടിരുന്നതിനാൽ അയാളുടെ മനസ്സ് എല്ലാം വിട്ട് കൃഷ്ണനോടടുത്തു. അയാളുടെ മനസ്സ് പൂർണ്ണമായും തന്നിലാണെന്നറിഞ്ഞ കണ്ണൻ അയാളെ ചേർത്ത് പിടിച്ചു പറഞ്ഞു, ചങ്ങാതി, നീ എൻ്റെ കൂടെ വരണ്ട. ഞാൻ സദാ നിന്നോടൊപ്പമുണ്ടാകും. നിന്നെ പിരിയുവാൻ എനിക്ക് കഴിയില്ല. അങ്ങനെ കിരീടം അന്വേഷിച്ചു ചെന്ന ബാസുരാങ്കൻ ഭഗവാന്റെ മനസ്സിൽ ഇടം പിടിച്ചു. അതാണ് നാമമഹിമ. സാങ്കേത്യം പാരിഹാസ്യം വാ സ്തോപം ഹേളനമേവ വാ വൈകുണ്ഠനാമഗ്രഹണം അശേഷാകഹരം എന്നല്ലേ. ഭഗവാന്റെ നാമം ജപിച്ചതിലൂടെ കള്ളനായ ബാസുരാങ്കനിൽ വന്ന മാറ്റം ഈ കഥയിലൂടെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഒന്നും ആഗ്രഹിക്കാതെ കണ്ണനെ മനസ്സിൽ കണ്ടുകൊണ്ട് നാമം ജപിക്കുന്നവരുടെ അടുത്ത് കണ്ണൻ എങ്ങനെ ഓടിയെത്താതിരിക്കും? ഭഗവാന്റെ നാമമഹിമയെക്കുറിച്ചുള്ള ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.